ലക്ഷം പാട്ടുകളോളം കാണും. 5 ലക്ഷം 6 ലക്ഷം പാട്ടുകളോളം കാണും. അത് സത്യൻ മാഷിൻ്റെ, പിന്നെ തിക്കുഷി മാഷിൻ്റെ, പ്രേംനസിൻ്റെ, ജയൻ്റെ അന്ന് മുതലുള്ള കാലങ്ങൾ മുതലുള്ള പാട്ടുകൾ. ഇതിലൊരു 10-15 ലക്ഷം രൂപ ഇതിനു വേണ്ടി ഞാൻ ചിലവഴിക്കുകയാണ്. അന്ന് മുതലുള്ളത് അത്രയും ഉണ്ട്. 10 വയസ്സ് മുതൽ തുടങ്ങിയതാണ് താജുദ്ദീന്റെ പാട്ടുകമ്പം. അങ്ങനെ ചെറുപ്രായം മുതൽ ഓഡിയോ കാസറ്റുകളുടെ ശേഖരണം തുടങ്ങി. ഏകദേശം 40 വർഷം കൊണ്ട് താജുദ്ദീൻ ശേഖരിച്ചതാകട്ടെ 6 ലക്ഷത്തിൽ പരം MP3 പാട്ടുകളും 10 ലക്ഷം രൂപയുടെ CD-യും. മലയാളി മനസ്സിൽ പാടിപ്പതിഞ്ഞ പാട്ടുകൾ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ റീമിക്സ് ചെയ്തെത്തിയാലും ആർക്കും താജുദ്ദീനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി 1 കോടി രൂപ തന്നാലും ഈ പാട്ടുകൊട്ടാരം വിട്ടു നൽകാൻ താജുദ്ദീൻ തയ്യാറുമല്ല. എനിക്കിതിനോട് ഈ വിറ്റ് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പാട്ടുകളെല്ലാം കൂടെ സെലക്ട് ചെയ്ത് നല്ല ഈ ദാസേട്ടൻ്റെ മാത്രം നല്ല സെലക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ഒരാൾ നമ്മൾ ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒരാളൊന്ന് ചോദിച്ചു, കൊടുക്കാൻ പറ്റാത്ത, ഞാൻ ഒന്നും പറഞ്ഞു നോക്കിയാൽ പുള്ളിയെ പറഞ്ഞു, പിന്നെ പുള്ളിക്ക് എന്നോട് അത് വെറുപ്പ് പോലെ തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ട് കൊണ്ട് തരണമെന്ന് പറഞ്ഞു. പത്തനാപുരം പുന്നല നെല്ലിവിള വീട്ടിൽ 51കാരനായ താജുദ്ദീനെ വ്യത്യസ്തനാക്കുന്നതും ഇതുതന്നെയാണ്. കാസറ്റുകളുടെ ശേഖരം കുന്നുകൂടിയപ്പോൾ പിന്നെ ഒരു കടയെടുത്ത് കാസറ്റുകൾ വാടകയ്ക്ക് നൽകാനും താജുദ്ദീൻ തയ്യാറായി. പിന്നീട് കാലം മാറിത്തുടങ്ങി. പാട്ടുപെട്ടിയിൽ നിന്നും ഇമ്പമാർന്ന ഈരടികൾ പെൻഡ്രൈവിലേക്കും വീഡിയോ CD-യിൽ നിന്നും സിനിമകൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലേക്കും എത്തിത്തുടങ്ങി. ഒടുവിൽ കാസറ്റുകൾ വാടകയ്ക്ക് എടുക്കുന്നതിൽ നിന്നും ജനങ്ങൾ മുഖം തിരിച്ചിട്ടും താജുദ്ദീൻ തന്റെ ശേഖരണം വിട്ടെറിയാൻ തയ്യാറായില്ല. ആ കടയുടെ ചുമരുകളിലേക്ക് മധുരസ്മരണകൾ അയവിറക്കി നാം നോക്കി നിൽക്കുമ്പോൾ കാണാം എത്രയെത്ര മലയാള സിനിമകൾ നമ്മുടെ മനസ്സുകളെ കീഴടക്കി കടന്നുപോയിട്ടുണ്ടെന്ന്. കലയെ കൊല്ലാക്കൊല ചെയ്യുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്റെ ആഗ്രഹത്തെ നെഞ്ചോട് ചേർത്ത് താജുദ്ദീൻ തനിക്കറിയാവുന്ന രീതിയിൽ ഒടുവിൽ പാടിവെക്കുന്നതും ഇങ്ങനെയാണ്. ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പുന്നലയിൽ നിന്നും വിജയകൃഷ്ണനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.